ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 10th ചാപ്റ്റർ അല്ലേ, റെക്റ്റാങ്കിൾ മാത്ത്, അതിലെ ലാസ്റ്റ് പേജിലെ വർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചിത്രത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ചാപ്റ്റർ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് ചാനലിൽ കയറി നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ ലാസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീൻ കാർഡായിട്ട് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, നൗ കമ്പ്യൂട്ട് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ ഷേപ്പ് ബിലോ. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ള ഓരോ ഷേപ്പിൻ്റെയും പെരിമീറ്ററും ഏരിയയും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു പിക്ചറാണുള്ളത്. ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെയും 1 സെൻറ്റിമീറ്റർ, ഇവിടെ താഴോട്ട് 2 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. ഇവിടെയുള്ള അളവ് തന്നിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഇവിടെയുള്ള അളവ് തന്നിട്ടില്ല, മുകളിലുള്ള. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മൊത്തം നമ്മളൊരു നൂല് ഉപയോഗിച്ചിട്ട് മൊത്തം നമ്മൾ അളക്കുകയാണെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും എന്നുള്ളതാണ് പെരിമീറ്റർ കേട്ടോ. ഈ ഒരു പിക്ചറിൻ്റെ ചുറ്റുഭാഗത്ത് കൂടെ അളക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ തന്ന അളവുകൾ മാത്രം എഴുതിയാൽ മതിയോ, പോരാ അല്ലേ. ഇവിടേക്ക് എത്രയാണ്, ഇവിടെ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ 4 പ്ലസ്, പിന്നെ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രയാ, 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 പ്ലസ്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ, ഇല്ല അല്ലേ. അപ്പം നമുക്കറിയാം ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1 അല്ലേ. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് എത്രയാ, മുകളിലേക്ക് 2, പിന്നെ ഇങ്ങോട്ട് 1, ഇങ്ങോട്ട് 1. അപ്പോൾ 2 1 1. അപ്പോൾ 2 പ്ലസ് 1 പ്ലസ് 1. ഇനി മുകളിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ നമുക്ക് മുകളിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ നിന്നും ഇവിടെ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോയിട്ട് ഇതേ പോയിൻ്റ് തന്നെയാണ് കേട്ടോ, മുകളിൽ നിന്ന് ഇവിടേക്കും 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 നിന്ന് 2 പ്രാവശ്യം 1 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഇവിടെ, 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 6 നിന്ന് 2 പോയാൽ 4 ആണ്. അപ്പോൾ പ്ലസ് 4. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 4 പ്ലസ് 6 എത്രയാ, 10 11 12 14 15 16 16 പ്ലസ് 4 20 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ കാണാൻ എളുപ്പമല്ലേ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു പിക്ചറിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ കാണുമ്പോൾ ഇത് ഒരേപോലെയുള്ള പിക്ചറാണോ, അല്ല അല്ലേ. ഒരേപോലെയുള്ള പിക്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 3 ഭാഗങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് 3 റെക്റ്റാങ്കിൾ തന്നെ ആക്കി മാറ്റണം. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ, വളഞ്ഞു പോകുന്നുണ്ട്, വരയ്ക്കുക. അപ്പോൾ ഇത് 1 ആക്കാം, ഇത് 2, ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അത് 3 ആക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 ഒന്നാമത്തെ ഈ ഒരു റെക്റ്റാങ്കിൾ എത്രയാ വരിക, റെക്റ്റാങ്കിൾ ഏരിയ കാണാൻ എന്താണ്, L ഇൻറ്റു ബി ആണ് അല്ലേ. L ഇൻറ്റു ബി ആണ്, ലെങ്ത്ത് ഗുണിക്കണം അല്ലേ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ലെങ്ത്ത് എത്രയാ, 4, ഇവിടെ 1. അപ്പോൾ 4 ഇൻറ്റു 1, ഒന്നാമത്തതിൻ്റെത് 4 ഇൻറ്റു 1 എത്രയാ, 4 ആണ്. ഇനി സെക്കൻഡ് 1ൻ്റെ എത്രയാ, ഈ ലെങ്ത്ത് എത്രയാണ്, ഇത് 4 ആണെങ്കിൽ ഇതിനോട് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററും കൂടെ കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ 4 പ്ലസ് 1 എത്രയാണ്, 5. 5നോട് എത്രയാ, ഇവിടെ ഹൈറ്റ് എത്രയാണ്, 2 ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 2 എത്രയാണ്, 10 ആണ്. ഇനി 3, മൂന്നാമത്തത് ഏതാണ്, 6 ആണ്. ഇവിടെ മുകളിലേക്കോ 1 ആണ്. അപ്പോൾ 6 ഇൻറ്റു 1 എത്രയാണ്, 6 തന്നെ. അപ്പോൾ അത് 3ഉം കൂടെ ഇനി പ്ലസ് ചെയ്യുക. 4 പ്ലസ് 10 പ്ലസ് 6 എത്രയാണ്, 10 ഇൻറ്റു 4 14, 14 പ്ലസ് 6 20. അപ്പോൾ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ എഴുതുക. നമ്മൾ ഏരിയ ഒക്കെ എഴുതുന്ന സമയത്ത് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഏരിയയും പെരിമീറ്ററും 20 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിൻ്റേത് നോക്കാം കേട്ടോ. ഇങ്ങനെയൊരു പിക്ചറാണല്ലേ. ഇവിടെ നമുക്ക് അളവുകൾ തന്നിട്ടുണ്ട്, മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ
1 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഈ ഭാഗവും 1 സെൻറ്റിമീറ്റർ, ഇവിടെയുള്ള അകലവും എത്രയാ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയുള്ള അളവ് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം സൈഡ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, പക്ഷേ ഇവിടെ മുകൾ ഭാഗത്ത് നോക്കിക്കേ 1 സെൻറ്റിമീറ്റർ താഴോട്ട് പോയിട്ടുണ്ട് അല്ലേ, താഴോട്ട് കട്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 1 കുറച്ചിട്ട് വേണം, ഈ 5-ൽ നിന്ന് ഈ 1 പോവണം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ 2 ആയിരിക്കും അല്ലേ. 2 + 1 + 2 എത്രയാ? 5 ആണല്ലേ. അപ്പോൾ 2 ആണ് രണ്ട് ഭാഗത്തുണ്ടാവുക. 1 താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അളവുകൾ, എല്ലാ ഭാഗത്തെയും അളവുകൾ കിട്ടിയാൽ പിന്നെ പെരിമീറ്റർ കാണാൻ എളുപ്പമല്ലേ. അപ്പോൾ ഇവിടെ പെരിമീറ്റർ സമം എത്രയാ? 4 + 5 + വീണ്ടും ഇവിടെ 4 + ഇനി ഇവിടെയുള്ള അളവ് 2 + 1 + 1 + 1 + 2 അല്ലേ. 1 + 1 + 1 + 2. അപ്പോൾ എത്രയായി? 5 + 4 9, 9 + 4 13, 13 + 2 15, 15 16 17 18 19 20. ഇവിടെയും 20 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് പെരിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഏരിയ കാണാം. ഏരിയ സമം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഭാഗങ്ങളാക്കി മാറ്റണം. ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഈ വലുത് മൂന്നാമത്തേത്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെത് ഈ ഒരു ഭാഗം എത്രയാണ്? 2 ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കേട്ടോ ഏരിയേൻ്റെ ഇക്വേഷൻ. അപ്പോൾ 2 ഇൻറ്റു ഇവിടുന്ന് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗവും നോക്കുക, ഈ ഒരു ഭാഗവും നോക്കുക. അപ്പോൾ 2 ഇൻറ്റു 1 അല്ലേ. 2 ഇൻറ്റു 1 2 ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ സെയിം അല്ലേ, 2 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ ഒന്നാമത്തേത് 2 ഇൻറ്റു 1, രണ്ടാമത്തേതോ 2 ഇൻറ്റു 1 = 2 ആണ്. ഇനി ഈ വലുതിൻ്റെത് എത്രയാണ്? 5 ആണ് താഴെ, ഇവിടെ 4 ആണ് അല്ലേ. 4 ആണെന്ന് പറയുന്ന സമയത്ത് ഇത് 4 ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ് 4. അപ്പോൾ ഇതിൽ നിന്നും ഇതെത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4-ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 3 ആണ് അല്ലേ. മനസ്സിലായ മക്കൾക്ക്? ഇവിടെ 5 ആണ്, ഇത് 4 ആണ്. 4 എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴെ വരെയുള്ള അളവാണ്. അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു റെക്റ്റാങ്കിൾ മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ 4-ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 3 ആണ്. അപ്പോൾ മൂന്നാമത്തത് എത്രയാ വരിക? 5 ഇൻറ്റു 3 ആണ്. എത്രയാ? 5 ഇൻറ്റു 3 15 ആണ്. ഇനി ഇത് 3ഉം കൂടെ ആഡ് ചെയ്യണം. 2 + 15 എത്രയാണ്? 19 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. മലയാളത്തിൽ 19 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പിക്ചറിനത് മനസ്സിലായോ? അടുത്തതൊരു T ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചിത്രം കണ്ടാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഏതൊക്കെ അളവുകളാണ് തന്നിട്ടുള്ളത് നോക്കണം. ഇവിടെ മുകൾ ഭാഗത്ത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. താഴെ ഇവിടെ 1 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഇവിടെ 1 സെൻറ്റിമീറ്റർ. ഇത് 1 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ. അപ്പോൾ ഇതും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇനിയോ ഇവിടെ എത്രയായിരിക്കും അളവ്? നമ്മൾ ആദ്യം തന്നെ പെരിമീറ്റർ കാണാൻ ഫുൾ അളവുകളും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ തൊട്ടിട്ട് ഈ മുകൾ ഭാഗം തൊട്ടിട്ട് താഴെ ഈ ഒരു അറ്റം വരെ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവ് കണ്ടുപിടിക്കാൻ അത് 5 ആണോ? അല്ലല്ലേ. ഇവിടുന്ന് മുകളിലോട്ട് ഒരു 1 സെൻറ്റിമീറ്റർ പോക്കണം അല്ലേ, മൈനസ് ചെയ്യണം. അപ്പോൾ 5-ൽ നിന്നും 1 പോയാൽ എത്രയാ? മുകളിലുള്ള അളവാണ് 5 എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടുന്ന് തൊട്ടിട്ടുള്ള അളവാണ് 5. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇല്ലല്ലോ ഈ ഒരു ലൈന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 1 സെൻറ്റിമീറ്റർ കുറയ്ക്കുമ്പോൾ 5 എന്ന് 1 പോയാൽ എത്രയാണ് മക്കളെ? 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആണ്. ഇനിയിപ്പോൾ അളവുകൾ ഫുള്ളായോ? ഇല്ല അല്ലേ. ഈ ഭാഗത്തുള്ള അളവുകൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഇവിടെ തൊട്ട് ഇവിടം വരെ 5 ആയിരിക്കും. പക്ഷേ ഇവിടെ നടുഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നടുഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റിയത് എത്രയാ? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നേരത്തെ നമ്മളൊരു പിക്ചറിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. 5-ൽ നിന്നും 1 താഴോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി പെരിമീറ്റർ കാണാൻ എളുപ്പമല്ലേ. 5 + 1 + 2 + 4 + പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്
1 പ്ലസ് മുകളിലോട്ട് 4 പ്ലസ് പിന്നെ ഇങ്ങോട്ട് 2 ഇങ്ങോട്ട് 1 അല്ലേ 2 പ്ലസ് 1 എത്രയാ 6 8 12 13 17 പ്ലസ് 2 19 20 ഇതും 20 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ടി എന്ന പിക്ചറിൻ്റെയും പിന്നെ നമുക്ക് പെരിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ കാണണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഇത് 2 ഭാഗങ്ങളാക്കണം അല്ലേ. ഇതൊന്നും ഇതൊരു റെക്റ്റാങ്കിളും ഇത് രണ്ടാമത്തെ റെക്റ്റാങ്കിളും ആക്കി മാറ്റണം. അപ്പം നമുക്ക് അതിൻ്റെ ലെങ്ത്തും ഇതും നോക്കണം അല്ലേ. ലെങ്ത്ത് ഇവിടെ എത്ര ഇത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ലെങ്ത്തും ബ്രെഡ്ത്തും 5 ഇൻറ്റു 1 ആണ്. അപ്പോൾ ഒന്നാമത്തേത് 5 ഇൻറ്റു 1 എത്രയാ 5 ആണ്. ഇനി സെക്കൻഡ് വണ്ണോ 1 ഇൻറ്റു 4 ആണ് അല്ലേ. ഒരു ഭാഗം 4 താഴെ 1 അപ്പോൾ 1 ഇൻറ്റു 4 ഈക്വൽ ടു 4. അപ്പോൾ 5 പ്ലസ് 4 എത്രയാണ് 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ, ഏരിയ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ഇ ആണല്ലേ. അപ്പോൾ അതിൻ്റെയും ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് തന്ന അളവുകൾ നോക്കിക്കേ. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, താഴെയും 5 സെൻറ്റിമീറ്റർ, മുകളിലും 5 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ തന്നിട്ടുള്ള നോക്കിക്കേ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ 4 സെൻറ്റിമീറ്റർ, അതായത് ഇത്രയും ഭാഗം 1 സെൻറ്റിമീറ്റർ ഈ 5-ൽ നിന്നും ഇത്രയും ഭാഗം പോയത് കൊണ്ടാണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഇവിടം തൊട്ടല്ലേ തുടങ്ങുന്നത്, ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങുന്ന സമയത്ത് അല്ലേ ഇവിടം തൊട്ട് തുടങ്ങുന്ന സമയത്താണ് 5. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് 4 ആണെങ്കിൽ ഇതിൻ്റെതാ ഇവിടെ 5ൻ്റെ തൊട്ട് താഴത്തുള്ള ഇതും എന്താണ് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇനി ഇവിടെ എത്ര തന്നിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ. ഇവിടം തൊട്ടിട്ട് ഇത്രയും വരുമ്പോഴാണ് 4, അത്ര വരുന്നില്ല, 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ടില്ല. ഇവിടുന്ന് ഇത്രയും അകലം കുറച്ചിട്ടാണ് വരുന്നത് 3 സെൻറ്റിമീറ്റർ. ഇത് 3 ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് അറിയാൻ പറ്റും ഇവിടെ 1 സെൻറ്റിമീറ്റർ അകലത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും 1 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഏതളവാ കിട്ടാത്തത്? ഈ ലെങ്ത്ത്, ഇവിടെയും ഇവിടെയുള്ള ലെങ്ത്ത്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പെരിമീറ്റർ എത്രയാണ് 5 പ്ലസ് ഇങ്ങനെ നമ്മൾ നേരെയുള്ള അളവുകൾ എഴുതരുത്. ഒരു നൂല് വെച്ച് നമ്മൾ ഇങ്ങനെ അളക്കുകയാണെങ്കിൽ എത്ര നൂലിന് നീളം വേണം എന്നുള്ളതാണ് നോക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തതും ഇവിടെയും ഒത്തെടുക്കുന്നത്. അല്ലാണ്ടുള്ള അളവുകൾ വെച്ച് ചെയ്യരുത് കേട്ടോ, പെട്ടെന്ന് ചാടിക്കയറി ചെയ്തു പോയരുത്. 5 പ്ലസ് ഇവിടെ താഴോട്ട് 1 പ്ലസ് എല്ലാ അളവും ഫില്ലയക്കുന്നോ നോക്കണം ചെയ്യുന്ന സമയത്ത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ, പിന്നെ ഇവിടുന്ന് താഴോട്ട് 1 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ, പിന്നെ താഴോട്ട് 1 സെൻറ്റിമീറ്റർ, ഇവിടം തൊട്ട് ഇവിടം വരെ 4 സെൻറ്റിമീറ്റർ, പിന്നെ താഴോട്ട് 1 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ മുകളിലേക്കും 5 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. അപ്പോൾ മൊത്തം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള അളവുകൾ മൊത്തത്തിൽ അങ്ങ് എഴുതി പോകരുത്, മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെല്ലെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു നൂല് പിടിക്കുകയാണെങ്കിൽ ഏതെങ്കിലും അളവുകൾ വിട്ടുപോയിട്ടുണ്ടോ, ഇവിടെ ഒന്നും വിട്ടുപോകരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നൂല് പിടിച്ച് വരികയാണെങ്കിൽ ഇവിടെ താഴോട്ടുള്ള അളവും വേണ്ടേ നൂലിന്. അല്ലാണ്ട് മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇവിടം വരെ എടുത്ത് പിന്നെ ഇതെടുക്കരുത് കേട്ടോ. താഴോട്ടുള്ള അളവുകളൊക്കെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ നമുക്ക് പെരിമീറ്റർ എത്ര കിട്ടിയിട്ടുണ്ടെന്നൊന്ന് മൊത്തമായിട്ട് കൂട്ടി വെക്കാം. 5 + 1 6 10 11 പിന്നെ 3 14 15 18 19 പിന്നെ 23 24 29 34 അല്ലേ. 34 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഭാഗങ്ങളാക്കി മാറ്റണം. ഇവിടെ നിന്ന് ഇവിടേക്കൊന്ന് ഇങ്ങനെ 4 റെക്റ്റാങ്കിളാക്കി മാറ്റുന്നുണ്ട്. നമുക്ക് ഓരോന്നും നമ്പർ ഇട്ട് കൊടുക്കാം. 1 2 3 4. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഈ ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കുക. അപ്പോൾ 4 × 1 ആണ് കേട്ടോ. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതി പോകരുത്, കാരണം ഇവിടെ വെച്ചിട്ട് ഈ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 × 1. അപ്പോൾ ഒന്നാമത്തേത് 4 × 1 = 4 ആണ്. പിന്നെ രണ്ടാമത്തേതോ
രണ്ടാമത്തേത് ഇത്രയും ഭാഗം 3 സെൻറ്റിമീറ്റർ ആണ്, മുകളിലേക്ക് 1. അപ്പോൾ 3 × 1 എത്രയാ? 3 ആണ്. ഇനി തേർഡ് ഏതാണ് നോക്കിക്കേ, 5 ആണ് ഈ ഒരു ഭാഗത്തേക്ക് ലെങ്ത്ത് വരുന്നത്. ബ്രെഡ്ത്ത് എത്രയാ? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 × 1 = 5 തന്നെ. പിന്നെ അവസാനത്തേത് ഇവിടെ 5 അല്ല, ഇവിടെ 4 ആണ്. 5ൽ നിന്നും ചെറിയ ഭാഗം 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 × 1 അല്ലേ? ലാസ്റ്റ് 4 × 1 4 ആണ്. അപ്പോൾ നമുക്ക് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇത് 4ഉം കൂടെ കൂട്ടണം. അപ്പോൾ 4 + 3 + 5 + 4 എത്രയാണ്? 4 + 3 7 ആണ്. 7 + 4 11. 11 + 5 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് പിക്ചർ ചെയ്ത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് അളവുകൾ തന്നിട്ടുള്ളത് നോക്കിക്കേ. മുകളിൽ 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തെയും അളവുകൾ എഴുതാം. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും തന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, ഈ താഴെ ഭാഗത്തില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി എത്രയാ? ഇവിടെ താഴോട്ട് തന്നിട്ടുണ്ട് നേരെ. ഇനി ഈ ഭാഗത്ത് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു നൂല് വെച്ച് പിടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് താഴോട്ട് മൊത്തമായിട്ട് എല്ലാ ഭാഗത്തും കൂടെ നൂല് വെക്കുന്ന രീതിയിൽ വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് പോലും വിട്ടു പോരുത്. അപ്പോൾ ഒരു ഭാഗത്ത് വിട്ടാൽ നമ്മുടെ ആൻസർ മാറിപ്പോകും കേട്ടോ. അപ്പോൾ എത്ര 2 ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 12 2 ആണുള്ളത് കേട്ടോ. അപ്പോൾ 12 × 2 എത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. പെരിമീറ്റർ ആണ് കാണുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രത്തിൻ്റെ ഫുള്ളായിട്ടുള്ള അളവുകളാണ് കേട്ടോ. അപ്പോൾ 24 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഇനി നമുക്ക് ഏരിയ നോക്കാം. ഇനി നമുക്ക് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ചെറിയ ചെറിയ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ എത്രയാണ്? 1 2 3 4 5 5 ഉണ്ട് അല്ലേ? 5 റെക്റ്റാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേത് എത്രയാ? ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇതും 2 ആണ്. അപ്പോൾ ഏരിയ കാണാൻ ഒന്നാമത്തേത് 2 × 2 എത്രയാ? 4 ആണ്. ഇനി സെക്കൻഡോ? രണ്ടാമത്തേതും 2 × 2 4 ആണ്. മൂന്നാമത്തേത് മൊത്തം 2 അല്ലേ? അപ്പോൾ മൂന്നാമത്തേതോ? 2 × 2 = 4. നാലാമത്തേതും 2 × 2 = 4. അഞ്ചാമത്തേത് 2 × 2 = 4 അല്ലേ? മനസ്സിലായോ? എല്ലാ അളവുകളും 2 അല്ലേ? അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എല്ലാത്തിൻ്റെ എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ 5 സ്ക്വയേഴ്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? റെക്റ്റാങ്കിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റേതും എന്താണ്? 2 × 2 ആണ്. അപ്പോൾ ഈ 5 4 അല്ലേ? 5 4 കൂട്ടുമ്പോൾ എത്രയാണ്? 4 + 4 + 4 + 4 + 4 എത്രയാണ് വരിക? 8. പിന്നെ ഒരു 4 4 8 12 അല്ലേ? 12 16 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.